ഇന്നലെ വലിയൊരു മിറക്കിൾ ഇവിടെ ഉണ്ടായി. ഇന്നലെ വളരെ എമർജൻസി ആയ 2-3 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ വിളിച്ചു. ഇങ്ങനെ പ്രാർത്ഥനയ്ക്കായിട്ട് പോകണം, രോഗികളാണ്. അപ്പം അതിലൊരു ഒരു യുവതി, പാവം കൊച്ച്, അതിനൊരു 16-17 വയസ്സ് പ്രായമുള്ളൂ. 2 വർഷം മുമ്പ് അതിന് ഒരു അപകടം ഉണ്ടായി, നട്ടെല്ലിനൊരു വലിയ പ്രശ്നം വന്നു. 2 വർഷമായിട്ട് തളർന്നു കിടക്കുക. അപ്പോൾ അതിനെ എടുത്തുകൊണ്ട് കോരി പിടിച്ചുകൊണ്ട് അവർ വീട്ടുകാർ വേണ്ടി എടുത്തു കൊണ്ടുവന്നു. അപ്പോൾ എൻ്റെ മുറോട്ടം ശരിക്കും ഇതിനെ സങ്കടം തോന്നുന്നു. എൻ്റെ കാലുകളൊക്കെ ശോഷിച്ച് ഇങ്ങനെ വാരിക്കൊണ്ട് എടുത്തു, ഇങ്ങനെ പൊക്കിയെടുത്തോണ്ട് അവർ പോരുമ്പോൾ ഇങ്ങനെ കാലിങ്ങനെ നിലത്തോടെ ഇങ്ങനെ വലിഞ്ഞോ അങ്ങ് പോരുന്നത്. അപ്പോൾ കൊണ്ടുവന്ന് അപ്പം എൻ്റെ അടുത്തപ്പോൾ ഞാൻ പെട്ടെന്ന് കസേര നീക്കിയിട്ടു, കസേര വീഴ്ത്തി ഇങ്ങനെ ഇരിപ്പുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ 2 വർഷം അയച്ചു അപകടം ഉണ്ടായത്. അപ്പം പരിശുദ്ധൻ പറഞ്ഞു, എൻ്റെ ഉള്ളിൽ പറഞ്ഞു, ഞാൻ ഈ കുഞ്ഞിനെ സുഖപ്പെടുത്താൻ പോവാ. അവരനുഭവിച്ച് നല്ല കുമ്പസാരമൊക്കെ നടത്തി പ്രാർത്ഥിച്ചിരിക്കുക. എൻ്റെ അടുത്ത് വന്നേ പ്രാർത്ഥിച്ചിരിക്കുക. അങ്ങനെ വരണേ, വരണ്ട പോലെ വന്നാൽ അഭിഷേകം ഉറപ്പാ. അവിടെ കള്ളത്തരം കാണരുത്. അതായത് ഇവിടെ വരുമ്പോൾ അച്ഛോ ഞാൻ വിശുദ്ധനെ ചോദിച്ചോളൂ, എല്ലാ ഉപേക്ഷിച്ചില്ല. അപ്പോൾ എവിടെ ഒക്കെ നമ്മളെ പറ്റിക്കരുത്, നമ്മളെ പറ്റിക്കുക, ഞങ്ങളച്ഛന്മാരൊക്കെ പറ്റിക്കുക, അങ്ങോട്ട് ഈസി ആയിട്ട് പറ്റിക്കുക. പക്ഷേ എല്ലാം കാണുന്നൊരു ദൈവത്തെ നിനക്കൊരിക്കലും പറ്റിക്കാൻ പറ്റില്ല. ഇംപോസിബിൾ, ഇംപോസിബിൾ. ഞാൻ ഈ കൊച്ചിന് തലയെ കൊച്ചത്തേക്കും പെട്ടെന്ന് ഇത് ഷിവറി ഇളകാൻ തുടങ്ങി. അവർക്ക് പൈശാസ്യ ബന്ധനോ, അപ്പോഴത്തേക്കും കൊച്ചു ഭയങ്കര ബഹളം വെക്കാൻ തുടങ്ങി. അത് ബന്ധനോ, ഇത് ദുഷ്ടാരൂപിയുടെ പിടിയിലായിരുന്നു കൊച്ച്. കാണണേ തൊട്ടുമ്പോഴേക്കും ഇങ്ങനെ 2-3 മിനിറ്റ്, ഒരു 5 മിനിറ്റ് ഞാൻ പ്രാർത്ഥിച്ചു കഴിയുമ്പോഴത്തേക്കും ഈശോൻ്റെ പറഞ്ഞ കൊച്ചിനോട് കാലൊന്ന് പൊക്കാൻ പറയും. കസേര ഇരുന്നുകൊണ്ട് തന്നെ കാലുകളൊന്ന് ജസ്റ്റ് ഒന്ന് പൊക്കാൻ പറയും. അപ്പോൾ കൊച്ച്, നമ്മുടെ ഈശോയുടെ നാമത്തിലാണ് കൊച്ചു. അപ്പോൾ കൊച്ചു കാലിങ്ങനെ പൊക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കൂടെ നിന്ന് അവരെ വീട്ടുകാരോട് ഞാൻ പറഞ്ഞു, കൊച്ചിനെ അങ്ങ് എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞു. അവർക്കറിയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു എഴുന്നേൽപ്പിച്ചു, ഈശോയുടെ നാമത്തിലായിരുന്നു. അവരും കൊച്ചിനെ അങ്ങ് എഴുന്നേൽപ്പിച്ചേ, ഏറ്റവും നിർന്നു. അപ്പം പിന്നെ നിങ്ങൾ കൈവിടാൻ പറഞ്ഞു. അവർ കൈവിട്ടു. നീ എൻ്റെ അടുത്ത് നടക്കാൻ പറഞ്ഞു. കൊച്ചങ്ങ് നടക്കാൻ തുടങ്ങി. കാലൊന്ന് കുടയാൻ പറഞ്ഞു. എന്തോ ഒരു സംഭവം ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്നങ്ങ് ഊർന്നങ്ങ് പോയി. കർത്താവ് സുഖപ്പെടുത്തി. എല്ലാവരും കൂട്ടക്കരച്ചിൽ. അതെ, ഈശോ ഉണ്ട് മക്കളെ, ഇന്നും ഈശോ ഉണ്ട്, ഈശോ ഉണ്ട്, യാതൊരു സംശയമില്ല. ഇവള് പറഞ്ഞു, നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ള. അനേകം പ്രവാചകന്മാരും നീതിമാന്മാരൊക്കെ ആഗ്രഹിച്ചു കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു കേട്ടില്ല. ഏറ്റവും വലിയ ഭാഗ്യം ഈശോയെ കാണുക എന്നുള്ള. ഈശോൻ്റെ പോവാ. ഞാൻ ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറഞ്ഞു. ഞാൻ വൈകിട്ടൊക്കെ ഞാൻ പോയിട്ട് എൻ്റെ ഈശോയുടെ കരഞ്ഞാൻ. നമ്പരാരെ എന്തൊരു വലിയ അത്ഭുതമാണ് ഞാൻ കണ്ടത്. നീ എന്ത് കൂടെയുണ്ട് ഈശോയെ, നീ എൻ്റെ അടുത്തുണ്ട്, നീ ആലയത്തിലുണ്ട്. അതേ മക്കളെ, ആ കർത്താവിൻ്റെ ഇടപെടൽ അനുഭവിക്കണമെങ്കിൽ ഒന്ന് താന്നു കൊടുത്തേ, അനുഭവിച്ച് അഹങ്കാരത്തിൻ്റെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് കർത്താവ് ഇങ്ങ് വരട്ടെ എന്ന് പറഞ്ഞാൽ ഇങ്ങ് വിളിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. ശവപ്പെട്ടി കിടന്നാലും കർത്താവ് വരത്തില്ല കേട്ടോ. നിങ്ങൾ താഴണം. എളുപ്പപ്പെടാതെ ഒരിക്കലും നടക്കില്ല ഇത്. മത്തായിയുടെ സുവിശേഷം 11:25 മുതൽ 27 വരെ, പിതാവേ, ദൈവജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനെ ഓർത്ത് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതേ പിതാവേ, അതായിരുന്നു അങ്ങയുടെ തിരുവ. ഈശോയുടെ അനുഭവം കിട്ടി. അതൊരു ഭാഗ്യമാണ്, ദൈവവിളിയാണത്. ആ വിളി നിനക്ക് ഇന്ന് കിട്ടട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിച്ചു.